കോഴിക്കോട് കൂടരഞ്ഞിയിൽ പിടിയിലെ പുലിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് മലബാർ സാങ്ച്വറിയിലെ ഉൾവനത്തിലേക്ക് പുലിയെ തുറന്നുവിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വിവരങ്ങളുമായിട്ട് അഭിജിത്ത് മുഴക്കുന്നു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് ചെയ്തത്. സമീർ, ഇപ്പൊ പുലി, കടുവ, ആന ഇതിന്റെയൊക്കെ വലിയ ഭീഷണിയാണ് നാട്ടിലെങ്ങും. ഈ കഴിഞ്ഞ ദിവസം കൂടരഞ്ഞിൽ പിടിച്ച പുലി ഇപ്പോൾ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചാണ് ഈ പുലിയെ തുറന്നുവിട്ടത്? അവിടെയുള്ള പുലിഭീതി അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എന്താണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. വലിയ ഒരു ഭീതിയിൽ തന്നെയായിരുന്നു ഈ മേഖല ഉണ്ടായിരുന്നത്. കൂടരഞ്ഞിയിൽ 2 ആഴ്ചയായിക്കൊണ്ട് ഭീതി പരത്തുകയായിരുന്നു ഈ പുലി. അവിടെ ആട് മേയ്ക്കാൻ പോയ വീട്ടമ്മയാണ് ആദ്യം പുലിയെ കണ്ടത്. അങ്ങനെ ആ പുലിയെ കണ്ടതിൻ്റെ ഭീതിയിൽ അവർ ഓടി വീട്ടിലേക്ക് മടങ്ങി. ആ വേളയിൽ അവർ അവിടെ കല്ലിൽ തട്ടി വീഴുകയും പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിന് പിറകെ വിവിധ ഇടങ്ങളിൽ ഈ പുലിയുടെ സാന്നിധ്യം കണ്ടിരുന്നു. 2 വളർത്തുപട്ടികളെയും അതുപോലെ തന്നെ ആടുകളെയും പിടിക്കുന്ന ഘട്ടമുണ്ടായി. വലിയൊരു ഭീതിയിലായിരുന്നു ഈ പ്രദേശവാസികൾ. അതിനടിസ്ഥാനത്തിലാണ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയത്. 3 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു, ഒപ്പം തന്നെ ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചു. ഈ ക്യാമറകളിലെല്ലാം തന്നെ പുലിയുടെ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു, അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ഇന്നലെ പുലർച്ചയോടുകൂടെ ഈ പുലി ഈ കൂട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽപ്പെട്ടത്. അതിനെ തുടർന്ന് വനംവകുപ്പ് അതിൻ്റെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. വിശദമായിട്ടുള്ള പരിശോധന നടത്തി. വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലായിരുന്നു ആ പരിശോധന. അതിൽ ഈ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തി. തനിച്ച് അതിനെ വേട്ടയാടാനും അത് ഇരപിടിക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉൾവനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ മലബാർ സാങ്ച്വറിയിൽ ഈ പുലിയെ തുറന്നുവിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു അറുതിയായിട്ടുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി സമീർ, എന്തായാലും അവിടെ കുടഞ്ഞിയിലെ ആ ഭീതി ഏതാണ്ട് ഒഴിയുന്നുണ്ട്. പക്ഷേ മറുസൈഡിൽ പഞ്ചാരക്കൊല്ലിയിൽ നാട്ടുകാരുടെ ഒറ്റ ആവശ്യം ആ നരഭോജി കടുവയെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ.